ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയെ എല്ലാവരും കൂടി ചേർന്നിട്ട് വേലക്കാരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അത് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സച്ചി രേവതിക്ക് സ്വന്തമായിട്ടൊരു പൂക്കട ആരംഭിച്ചു കൊടുക്കുകയാണ് വീടിന്റെ ഫ്രണ്ട് തന്നെ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അങ്ങനെ മഹേഷ് രേവതിയുടെ അടുത്ത് പറയാണ് കേട്ടോ, കാർ ഷെഡിലുണ്ടായിരുന്ന വണ്ടിയാണ്, ഉടനെ തന്നെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോ ഇത് പൂക്കടയായി മാറിയിരിക്കുന്നു. അതുപോരാതെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളെയൊക്കെ 3 മണിയാകുമ്പോൾ ഫോൺ ചെയ്തിട്ട് 6 മണിയാകുമ്പോൾ വരാൻ വേണ്ടി പറഞ്ഞു. വന്ന് നോക്കിയ സമയത്ത് ഒരു നല്ല കാര്യമാണല്ലോ നടന്നിരിക്കുന്നത്. തുടർന്ന് രേവതിയുടെ കൈ പിടിച്ചിട്ട് സച്ചി ആ വണ്ടിക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിയിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവള് ചെറിയൊരു പൂക്കടയുടെ ഓണറല്ലേ, പക്ഷെ നീയോ സ്വന്തമായിട്ട് ഒരു പാർലർ നടത്തുവാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലിങ്ങനെ തോന്നുന്നത് എന്താണെന്നറിയോ, ഞാന് പാർലറിൽ വെറും ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം അറിഞ്ഞ എന്തൊക്കെയാണാവോ ദൈവമേ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ, അല്ല എന്താ ഇത് എന്നോട് ചോദിക്കാതെ ഇവൻ ഓരോ തോന്നിവാസങ്ങൾ ചെയ്തു വെക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തായാലും ഒരു നല്ല കാര്യമല്ലേ അവൻ ചെയ്തത്. രേവതി നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തായാലും അവൾക്കറിയുന്ന ജോലി അവള് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേഗം തന്നെ നല്ല നിലയിൽ എത്താൻ വേണ്ടി പറ്റും. അതുപോരാത്തതിന് നിന്റെ പേരിലല്ലേ കട തുടങ്ങിയിരിക്കുന്നത്. അത് തന്നെ ഞാനും ചോദിച്ചത്, എന്തിനാ എന്റെ പേരിൽ കട ആരംഭിച്ചത്? ശ്രുതി നിന്റെ പേരിലല്ലേ പാർലർ ആരംഭിച്ചത്, അതുപോലെ തന്നെ രേവതിയും നിന്റെ പേരില് കട ആരംഭിച്ചു. അത് നിനക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് രേവതിയെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ നല്ല വലിയ ഉദ്യോഗസ്ഥ ആയനെ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ അതിനെന്താ ലക്ഷ്മി, എന്തായാലും അവൾ ഇപ്പോ നല്ലൊരു കടയുടെ ഓണർ ആയില്ലേ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പണ്ടൊക്കെ രേവതി പറയായിരുന്നു എപ്പോഴും ഇങ്ങനൊരു കട ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ ദേവു ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ ചേച്ചി സച്ചേട്ടൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം. ഇല്ല ദേവു, ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും സ്വന്തം ഭാര്യയുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, ഇങ്ങനെ ഒരു ഭർത്താവിനെ വേറെ എവിടെ കിട്ടുന്നൊക്കെ ബാക്കിയുള്ള ചേച്ചിമാര് പറയണേ. അങ്ങനെ സച്ചിയും രേവതിയും പുകഴ്ത്തുന്ന കേട്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. തുടർന്ന് ശ്രീകാന്ത് വർഷേന്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ വർഷ, ചേച്ചിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ സ്വന്തമായിട്ട് ഒരു കട തന്നെ ആരംഭിച്ചു കൊടുത്തത്. ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് സച്ചിയേട്ടന് എന്തോരം രേവതി ചേച്ചിയോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അല്ല ശ്രീകാന്ത്, ഇതില് മറ്റെന്തോ ഒരു ഫിഷി ആയിട്ടുണ്ട്. എന്തായാലും രാഹുകാലം കഴിയുന്നതിന് മുമ്പായിട്ട് കട ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയാണ്, അച്ഛനും അമ്മയും ഇങ്ങോട്ട് വാ. ചന്ദ്ര വയ്ക്കുന്നുണ്ട്, ഞാൻ എന്തിനാ വരുന്നതെന്ന്. അവൻ വിളിക്കുന്നത് നീ കേട്ടില്ലേ, മുന്നോട്ട് നിൽക്കാൻ വേണ്ടി പറയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും മുന്നോട്ട് നിർത്തിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരോടുമായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഈ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരാണെന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛനല്ലേ എന്ന്. അല്ല. തുടർന്ന് എന്നാ അമ്മയായിരിക്കും, അമ്മയുടെ പേരിലല്ലേ കട. അതുമല്ല, പിന്നെ ആരാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും ചിന്തിക്കാൻ പറയാണ്. പക്ഷെ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം സച്ചി തന്നെ പറയുന്നുണ്ട്, ശ്രീകാന്തിന്റെ ഭാര്യയാണ്. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അമ്മയുടെ ഇളയ മരുമകളായ വർഷയാണ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയണേ. അയ്യോ, അച്ഛനും അമ്മയും നിൽക്കുന്ന സമയത്ത് വർഷ എങ്ങനെയാന്ന് ചോദിക്കണേ ശ്രീകാന്ത്. ഈ കട ആരംഭിക്കാൻ തന്നെ കാരണം വർഷയാണ്. അത് പറഞ്ഞില്ലായിരുന്നോ, എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും ആർക്കും ഓസിന് ചെയ്യരുത്, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടണമെന്ന്. അതും കറക്റ്റ് തന്നെയല്ലേ. ഒരാൾക്ക് ഏത് ജോലിയാണോ കൃത്യമായിട്ട് അറിയുന്നത് ആ ജോലി തന്നെ ചെയ്യണം. രേവതിക്കാണെന്നുണ്ടെങ്കിൽ പൂവിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് A to Z അറിയാം. അവള് അടുക്കളയിൽ ഇരുന്നിട്ട് അവളുടെ ജീവിതം കളയില്ല. അവൾക്ക് പറ്റിയ ജോലി അവൾ ചെയ്യും. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് അങ്കിളും ആന്റിയും ഉണ്ടല്ലോ, അവർ തന്നെ ഓപ്പണിംഗ് ചെയ്യട്ടെ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ തുടിക്കട അങ്ങനത്തെ കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിലിമിലൊക്കെ സെലിബ്രിറ്റീസിനെ വിളിക്കില്ലേ, നിന്റെ ഭാര്യ ചെയ്യുന്നത് ഫിലിമിലും അതുപോലെ സീരിയലിലൊക്കെ ഡബിങ് അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അവൾ ഒരു സെലിബ്രിറ്റിയാണ്. ഇവള് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയ്ക്ക് അത് വലിയൊരു അഭിമാനം തന്നെയാണ്, വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ. അങ്ങനെ ശ്രീകാന്ത് തന്നെ പറയാണ് കേട്ടോ, വർഷ ചെന്നിട്ട് റിബൺ കട്ട് ചെയ്യേ. കണ്ടില്ലേ, നിന്റെ ഭർത്താവ് തന്നെ പറഞ്ഞു, വാ വന്ന് റിബൺ കട്ട് ചെയ്യേ. സുധി, ശ്രീകാന്ത് രണ്ടുപേരും നിങ്ങളുടെ ഫോണിൽ വീഡിയോ എടുക്ക്. അങ്ങനെ രവിയും പറയാണ്, നല്ല കാര്യമല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താ നോക്കി നിൽക്കുന്നത്, ചെന്ന് കട്ട് ചെയ്യേ. രാഹുകാലത്തിന് മുമ്പ് പെട്ടെന്ന് വന്നിട്ട് വർഷയെ റിബൺ കട്ട് ചെയ്യേ. തുടർന്ന് രേവതിയും പറയുന്നുണ്ട്, വർഷ വന്നിട്ട് റിബൺ കട്ട് ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, വർഷ വന്നിട്ട് റിബൺ കട്ട് ചെയ്യേ. അങ്ങനെ ചന്ദ്രമതിയും പറയാണ്, വർഷ കട്ട് ചെയ്യാനല്ലേ പറയുന്നത്, നീയും ചെന്ന് കട്ട് ചെയ്യേ. അങ്ങനെ വർഷ റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാണേ. നീയല്ലേ രേവതി ഓണർ, നീ വന്നിട്ട് കട ആരംഭിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേ രേവതി നേരെ ചെല്ലാണ് കേട്ടോ ചന്ദ്രമതിക്കും രവിക്കും അരികിലേക്ക്. ഞാൻ ഇങ്ങനൊരു കട ആരംഭിക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങളുടെ മകന് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി തന്നു. എന്റെ ജീവിതത്തിലെ ഇത് നല്ലൊരു തുടക്കമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ആശീർവാദം വേണമെന്ന് പറയണേ.
അപ്പോഴേക്കും സച്ചി പൂവൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രേവതിയുടെ തലയിൽ പൂവൊക്കെ ഇട്ടിട്ട് ആശീർവദിക്കുകയാണ്. ആശീർവദിച്ചതിന് ശേഷം രവി പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാവട്ടെ, വലിയ വലിയ നിലയിൽ എത്തട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. തുടർന്ന് നമ്മുടെ ലക്ഷ്മിയെ വിളിച്ചിട്ട് സച്ചി ആശീർവാദം മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ അതെല്ലാം കഴിഞ്ഞല്ലോ, ഇനി കയറിക്കോ. തുടർന്ന് രേവതി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സച്ചി നേരെ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട് 100 രൂപ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അച്ഛൻ തന്നെ ആദ്യം പൂവ് മേടിക്കണം, അച്ഛന്റെ കൈകൊണ്ട് ആരംഭിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ 100 കോടിയായിട്ട് മാറുന്നു പറയാണ്. രേവതി 100 രൂപയ്ക്കാണെങ്കിൽ പൂവ് കൊടുക്കുകയാണ് കേട്ടോ രവിയുടെ കയ്യിലേക്ക്. അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട്, പൂവ് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്ക് അച്ഛ എന്ന്. രവി ആ പൂവ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിന്റെ 2 മരുമക്കൾക്കും ഇത് കൊടുക്കുക എന്ന്. അതുപോലെ തന്നെ ശ്രുതിക്കും അതുപോലെ വർഷയ്ക്കും ആ പൂവ് കൊടുക്കുകയാണ് ചന്ദ്രമതി. അത് കഴിഞ്ഞിട്ട് ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും ഒക്കെ ചെന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. തുടർന്ന് സച്ചിയുടെ അടുത്ത് രവി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നിന്നെ ഓർക്കുന്ന സമയത്ത് അഭിമാനമുണ്ട്. നിന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് ചിലരെങ്കിലും. ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ ഒതുങ്ങുന്നവർ ആണ് എന്നുള്ള കാര്യമാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നീയും നിന്റെ ഭാര്യയെ അങ്ങനെ ആക്കി മാറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് നീയായിട്ട് തന്നെ ഒരു തൊഴിൽ ആരംഭിച്ചു കൊടുത്തല്ലോ. അത് അറിയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അച്ഛാ കുറച്ചു നേരം നിൽക്ക്, എനിക്കൊരു ചെറിയ ജോലിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷ് അതിങ്ങോട്ട് എടുക്കുന്ന പറയണേ. അങ്ങനെ മഹേഷ് ഒരു കവർ എടുത്തിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്നിട്ട്, ശ്രീകാന്ത് നിന്റെ ഭാര്യന്റെ അടുത്ത് ഇത് മേടിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്താ ഇതെന്ന് ചോദിക്കുകയാണേ. ഇതിൽ 2500 രൂപ പണമുണ്ട്. ഇത് എന്തിനാ സച്ചേട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അത് ഈ സിനിമാ നടികളൊക്കെ കടയൊക്കെ ആരംഭിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രതിഫലമായിട്ട് പണം മേടിക്കില്ലേ. നിന്റെ ഭാര്യ വലിയ ആളല്ലേ, അതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. രേവതി നീ നിന്റെ കൈകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുപ്പിക്കുകയാണേ. രേവതി വർഷയ്ക്ക് പണം കൊടുക്കുന്ന സമയത്ത് വർഷയാണെന്നുണ്ടെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സച്ചി തിരിച്ചു. സച്ചിയേട്ടൻ പറയുന്നത് ശരി തന്നെയാണ്, വർഷ ഈ പണം മേടിക്കേ. അപ്പോഴേക്കും രവിയും പറയുന്നുണ്ട്, വാങ്ങിക്കൂ, പ്രതിഫലമല്ലേ. അപ്പോഴും ചന്ദ്രമതിയും ഇങ്ങനെ മേടിച്ചു എന്നുള്ള രീതി കാണിക്കുമ്പോൾ വർഷ മേടിക്കുകയാണ്. അത് മേടിച്ചിട്ട് വർഷ അങ്ങ് റൂമിലേക്ക് കയറി പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, മൂത്ത മരുമകള് അമ്മയുടെ പേരിൽ കട വെച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുമല്ലോ. ഇപ്പോ ഇതാ രേവതിയും അമ്മയുടെ പേരിലാണ് കട വെച്ചിരിക്കുന്നത്, സന്തോഷിക്കാൻ വേണ്ടി പറച്ച. അത് കഴിഞ്ഞ് സച്ചി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, വരൂ എല്ലാവരും പൂ മേടിക്കുമെന്ന്. അങ്ങനെ എല്ലാവരും പൂ മേടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലിരുന്നിട്ട് അശോകിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വീടിന് മുമ്പ് തന്നെയാണ് കട ആരംഭിച്ചിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നിനക്ക് അറിയുന്ന ആർക്കെങ്കിലും പൂ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സമയമൊന്നും നോക്കണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കണേ. ഇത് കേട്ടിട്ട് ചന്ദ്രമതി ഒരു കൂസലില്ലാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രേ അവിടെ നിൽക്ക്, എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്, എന്തിന്? ഞാൻ പോയിട്ട് ആരതി റെഡിയാക്കി കൊണ്ടുവരാം. എന്തിനാ നിങ്ങൾ ആരതി എടുക്കുന്നത്? അല്ല, ഈ നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണ് നിന്റെ മേലെ പെട്ടിട്ടുണ്ടാക്കും. നിങ്ങൾ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. വാതിക്കൽക്ക് തന്നെ കൊണ്ടുപോയിട്ട് പൂക്കട വെച്ചിരിക്കുകയാണ്. കാണുന്നവരൊക്കെ എന്താ വിചാരിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കാണുന്നവര് പൂക്കട എന്ന് വിചാരിക്കും. അതെന്തിനാണ് എന്റെ പേരിൽ വെക്കുന്നത്, അതും ഇറങ്ങുന്നിടത്ത് തന്നെ. ചന്ദ്രയ്ക്ക് കാശിന് വകയില്ലാത്തത് കൊണ്ട് വീട്ടിന് മുറ്റത്ത് തന്നെ പൂക്കട ആരംഭിച്ചു എന്നുള്ള കാര്യം എല്ലാവരും വിചാരിക്കില്ലേ? ഏത് 4 പേരെന്ന് ചോദിക്കുകയാണേ. അതിൽ ഒരാളുടെങ്കിലും പേര് നിനക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇതാണല്ലോ നീ കുറെ നാളുകളായിട്ട് പറയുന്നത്. നീ പറ, ആരാണ് 4 പേര്? അവരാണോ നമുക്ക് സമ്പാദിച്ചു തരുന്നത്? എനിക്കിത് നാണക്കേടാന്ന് പറയുമ്പോ നിനക്കിതിൽ എന്ത് നാണക്കേട് കാണാനാ? മൂത്ത മരുമകള് നിന്റെ പേരിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ചു, അതിൽ നീ ഓണറായി. രണ്ടാമത്തെ മരുമകള് നിന്റെ പേരിൽ പൂക്കട ആരംഭിച്ചിട്ട് നിന്നെ അതിൽ ഓണറാക്കി. വളർന്നു വരുന്ന തൊഴിലധിപരായിട്ട് മാറിയില്ലേ നീ? അതെ, അവള് വലിയ തങ്കക്കട എന്തെങ്കിലും ഓംറോഡാക്കിയ പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. എന്താണെങ്കിലും എന്താ, അതൊരു തൊഴിൽ തന്നെയല്ലേ. അതും നിന്റെ നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണ് നിന്റെ പേരിൽ പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആരതി എടുക്കാന്ന് പറഞ്ഞത്. അതൊന്നും വേണ്ട, ഞാനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ആരതി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചെയറിലിരിക്കുവാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട് രവി ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതി തന്നെ നോക്കിയിട്ട് കളിയാക്കുന്ന രീതി പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിന്റെ മുഖത്ത് ഒരു കലയുണ്ട്. അതെ, കലകുലോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. സച്ചി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട എന്റെ പേരിൽ ആരംഭിച്ചത്. നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതാണ് സത്യം. ശ്രുതി എന്റെ പേരിൽ പാർലർ ആരംഭിച്ചല്ലോ, അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന കടയ്ക്ക് സച്ചി അവന്റെ ഭാര്യയുടെ പേര് വെക്കാതെ നിന്റെ പേരല്ലേ വെച്ചത്. അത് വിചാരിച്ചിട്ട് നീ സന്തോഷിക്കുക. എന്ത് കാര്യവും നല്ല ചിന്തയോടെ കൂടി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരും. നിങ്ങൾ കുറച്ചു നേരം എന്നെ ഒന്ന് തനിയെ വിട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എണീറ്റിട്ട് പോവാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ ചന്ദ്രമതി പോകുന്ന സമയത്ത് ബാമ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇനി ഇവള് വിവരമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ഇവളുടെ വായിൽ ഇനി എന്തൊക്കെയാണോ ഞാൻ കേൾക്കേണ്ടി വരിക. അവള് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും. ഫോൺ എടുക്കുക എന്നുള്ള കാര്യം രവി പറയുമ്പോ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ബാമേ,
കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? നിന്റെ പേരിലല്ലേ പുതിയ പൂക്കട ആരംഭിച്ചത്? ചന്ദ്ര എന്ന പേര് വലിയ ബ്രാൻഡായിട്ട് മാറുന്നാണല്ലോ തോന്നുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ലെവലിൽ എത്തുമല്ലോ. എരുതിയിൽ നീ എണ്ണ ഒഴിക്കല്ലേ ബാമേ? കട തുറന്നിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ. നിനക്ക് എങ്ങനെ ഈ കാര്യം അറിയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് മുന്നേ അറിയുമായിരുന്നു. 4:30 സച്ചി ഫോൺ ചെയ്തിരുന്നു. നിന്റെ അടുത്ത് എന്തിനാ പറഞ്ഞത്? അമ്മയുടെ പേരിൽ കട ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞു. ഓ, അപ്പൊ നാട്ടുകാരെ എല്ലാരെയും വിളിച്ചിട്ട് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണല്ലേ അവൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരാളെ നിനക്ക് നാട്ടുകാർ മൊത്തമായിട്ട് തോന്നുന്നുണ്ടോ? വിശേഷത്തിന് എല്ലാവരും വിളിക്കുക തന്നെയല്ലേ ചെയ്യുക. അതും നിന്റെ പേരിൽ കട ആരംഭിച്ചിരിക്കുന്നു. നീ ഒന്ന് പോയ അവിടുന്ന്. അവര് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പേര് വെച്ചിരിക്കുന്നത്. ആ സച്ചിയെ കുറിച്ചിട്ട് നിനക്ക് അറിയുന്നതല്ലേ? അങ്ങനെയൊന്നുമില്ല ചന്ദ്രേ. നീ സച്ചിയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കല്ലേ. ഞാൻ പറയുന്നത് നീ കേട്ടോ. നിന്റെ 3 മക്കളിലെ ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോട് സച്ചിക്കാണ്. ആ സ്നേഹം അവൻ എപ്പോഴും കാണിക്കുന്നുണ്ട്. അവനല്ലേ? പിന്നെ അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് എങ്ങനെയാ നെഞ്ചുവേദന വരുത്തുക എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൂക്കടക്കാരിയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പോ ബാമ ചിരിക്കുന്നുണ്ട്. നീ എന്താ ചിരിക്കുന്നത്? അല്ല, രേവതിയെ നീ പൂക്കടക്കാരി എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി മുതൽ അവളുടെ പൂക്കട അറിയാൻ വേണ്ടി പോകുന്നത് നിന്റെ പേരിലല്ലേ? അങ്ങനെ ചന്ദ്രയുടെ പേരിലുള്ള ആ പൂക്കയുടെ പേര് പറയുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കാകെ കലി വരികയാണ് കേട്ടോ. നീ ആ പേര് പറയല്ലേ, എനിക്ക് കേൾക്കുമ്പോഴേ ചെവി ആകെ അരിച്ചു കയറുന്നുണ്ട്. ഫോണ് ചെയ്യുന്നതിന് ഇടയ്ക്ക് വേറെ കോള് വരുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഒരുപാട് ബന്ധുക്കാരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ബാമ പറയുന്നുണ്ട്, നിനക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അതെങ്ങനെ അവർക്ക് അറിയുന്നത്? സച്ചി കടയുടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടല്ലോ. ഓ, അങ്ങനെയും ചെയ്തിട്ടുണ്ടോ? എല്ലാരും നിനക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. എന്തായാലും ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ബാമ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ഒരാൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അഭിനന്ദനങ്ങൾ പറയുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. 2-3 കോള് വിടുകയാണേ. അങ്ങനെ ഒരു വിധത്തിൽ ചന്ദ്ര പറഞ്ഞൊക്കെ വെക്കുന്നുണ്ട്. ഇനി ഫോൺ ഓഫ് ചെയ്യാന്ന് വെക്കാന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഈ സച്ചി നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ട് എന്റെ മാനം കെടുത്തി. എന്നിട്ട് തലയിൽ കൈവച്ച് ഇരിക്കുകയാണേ. അല്ല ചന്ദ്രേ, നീ എന്താ തലയിൽ കൈവച്ചിരിക്കുന്നത്? നീ ഇവിടെ തലയിൽ കൈവച്ച് നിൽക്കാതെ ആ നിന്റെ പേരിലുള്ള കടയിൽ കുറച്ചു നേരം പോയിരിക്കും. ഞാൻ പൂവെല്ലാം എടുത്തിട്ട് കോയമ്പത്തൂർ മാർക്കറ്റ് പോകണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ പോയിട്ടാണ് പൂ എടുക്കുന്നതെങ്കിൽ നീ ഒരു പക്ഷെ അവിടെ പോവേണ്ടി വരും. കാരണം നിന്റെ പേരിലല്ലേ കട. മുതലാളി എന്നുള്ള രീതിയിൽ നിനക്കും അതിനുള്ള അധികാരം ഉണ്ടല്ലോ. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയല്ലോ അവിടെ കൂടെ ഇരുന്നിട്ട് പൂ കെട്ടാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ടേ, ആ അത് നല്ലൊരു കാര്യമാണ്, അവക്കൊരു സഹായം ആവല്ലോ. എന്താ പറഞ്ഞത്? അവൾക്ക് സഹായമായിട്ടിരിക്കണമെന്നോ? ഞാൻ എന്താ അവളുടെ തൊഴിലാളിയാണോ? അയ്യോ, അതല്ല, നീയല്ലേ അതിന്റെ ഓണർ. അങ്ങനെ രവിയും കൂടി ആ പേര് പറയുന്ന കേൾക്കുമ്പോ ചെവി ഇങ്ങനെ പൊത്തി വെച്ച് നിൽക്കുകയാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ ആകെ കലി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഞാൻ അശോകം കടയുടെ ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അത് അയച്ചു കൊടുക്കട്ടെ എന്ന് പറയാണ്ട് രവി അവിടുന്ന് പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്